ഹിഡൻ സെറ്റിങ്സ് ഇൻ ലൈറ്റ് റൂം. ആദ്യം തന്നെ നമ്മളധികം യൂസ് ചെയ്യാത്ത, അധികം ഇഗ്നോർ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അത്. അധികം ആരും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. അത് ആദ്യം ലൈറ്റ് റൂം തുറക്കുക, ഫോട്ടോ സെലക്ട് ചെയ്യുക, ഏതാ വേണ്ട വെച്ച് എടുക്കുക, നേരെ പോയിട്ട് നമ്മുടെ ഒപ്റ്റിക്സ് പോവുക. ഒപ്റ്റിക്സിൽ കണ്ടോ, ഇത് ലെൻസ് പ്രൊഫൈൽ കറക്ഷൻ എന്നുള്ളൊരു സാധനം ഉണ്ടാവും, അത് ഓണാക്കി കൊടുക്കുക. എൻ്റെത് ആദ്യം ഓണായിരുന്നു, ഞാൻ ഒന്നുകൂടി പോവുക, ലെൻസ് കറക്ഷനിൽ പോയിട്ട് ഓണാക്കി കൊടുക്കുക. അത് അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ലെൻസ് പ്രൊഫൈലിൻ്റെ അകത്ത് ഏത് ലെൻസാണ് വേണ്ടത് അതിൻ്റെ ഒരു സെറ്റിങ്സ് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ പിക്സലും കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ ആപ്പിളിൽ സെലക്ട് ചെയ്ത് ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിലായിട്ട് അതിപ്പോൾ മനസ്സിലാവാത്തത്, നേരിട്ടാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതിൻ്റെ ഡിസ്റ്റോർഷനൊക്കെ ഒന്ന് എങ്ങനെ ഏകദേശം മതി വെക്കുക. കുഴപ്പമില്ല, കണ്ടോ, ഇത് ആപ്പിളുള്ളത് മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ട്. നിക്കോൺ ഉണ്ട്, സാംസങ് ഉണ്ട്, വായ് ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്. അതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ആപ്പിളാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഇത് അധികം ആരും യൂസ് ചെയ്യുന്ന കാണാറില്ല, അത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന്. അപ്പോൾ അത് ഓണാക്കി കൊടുക്കുക. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതന്നെ ഒന്നും കൂടി ഒന്ന് ശരിയാവുന്നുണ്ട്. ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ പോകേണ്ട ജോമെട്രി പോവുക. അപ്രൈറ്റ് എപ്പോഴും ഓട്ടോ ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സാധാരണ ഓട്ടോ ആക്കിയിട്ടാണ് കൊടുക്കാറ്. ജോമെട്രി അത് പ്രോ വേർഷനിലാണെന്നാണ് തോന്നിട്ടുണ്ടാവുക. എൻ്റേത് പ്രോ വേർഷനാണ്. പിന്നെ ഡിസ്റ്റോർഷൻ ഒന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ അത് താഴെ കട്ട് വരുന്നുണ്ടല്ലോ, ഇത് വൈറ്റ് കളർ പോക്കണമെന്നുണ്ടെങ്കിൽ കൺസ്ട്രെയിൻ ക്രോപ്പ് ഓണാക്കി കൊടുത്താലും മതി. കുറച്ചൊന്ന് വെർട്ടിക്കൽ എത്ര വേണോ, കുഴപ്പമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് നമ്മുടെ ലൈറ്റില്ല കളറിൽ കളറിൽ പോവുക. ആദ്യം മൈൻഡിൽ എങ്ങനെ ഔട്ട്പുട്ട് ചെയ്യുക, ഏത് മോഡിലാണ്, ഏതാ ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ മൈൻഡിൽ എന്തായാലും, അതിനനുസരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്കൊരു ബ്ലൂയിഷ്, കുഴപ്പമില്ല, വേറെ ടിൻറ്റിൽ വെക്കാനാണിത്. പിന്നെ വൈബ്രൻ്റ് കൂട്ടുക, കുറച്ച് നോക്കുക ഏതായാലും കൂട്ടണോ കുറയ്ക്കണോ. പിന്നെ സാച്ചുറേഷൻ അധികം കൂട്ടരുത്, കുറച്ച് മതി. സാച്ചുറേഷൻ ഓവർ കൂട്ടിയാൽ ഇമേജ് പൊടിഞ്ഞു വരും, അതിൻ്റെ ക്വാളിറ്റി പോകും. പിന്നെ സാധാരണ മിക്സ് പോകുന്ന മാതിരി മിക്സ് പോവുക, സ്കൈ നോക്കുക, ഈ ഡെപ്തോ അല്ലെങ്കിൽ കളറ് കൂട്ടണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക, വ്യൂ കൂട്ടിക്കൊടുക്കുക. പിന്നെ സാച്ചുറേഷൻ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. സാച്ചുറേഷനാണ് മതി. ബ്ലൂ മാത്രമല്ല, വിൻഡോസിൻ്റെ ബ്ലൂ കണ്ടോ മാറുന്നത്, ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ലൂമിനൻസ് മോസ്റ്റ്ലി വൈറ്റ് ബ്ലൂവിലേക്ക് പോകുന്നില്ല, ലൈറ്റ് കളേഴ്സിലാണ് ലൂമിനൻസ് ഉണ്ടാവുക. ചെയ്യാൻ വേണ്ട, കുഴപ്പമില്ല. ഗ്രീനിഷ് യെല്ലോ, ഗ്രീൻ അങ്ങനെ വരുന്നില്ല എന്നാ തോന്നുന്നു. യെല്ലോ സാച്ചുറേഷൻ വേണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കാം, കുഴപ്പമില്ല. കണ്ടോ, ലൂമിനൻസ് വൈറ്റ് കുറച്ച് കൂടി ഒന്ന് അപ്പായി. ബ്ലൂ കണ്ടോ, സ്കൈ ഒന്നുകൂടി ഒന്ന് ബ്ലൂ ആക്കി. ഇത്ര വേണ്ട, മതി. ഇത് മൊത്തത്തിലൊരു യെല്ലോയിഷ്, ഓറഞ്ച് യെല്ലോ സാച്ചുറേഷൻ കുറച്ച്, കുഴപ്പമില്ല, 46. ഇത് വാല്യൂ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഇമേജ് എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്തത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, അത് നേരെ വേറെ ഇമേജ് ഇപ്പോൾ ആരെങ്കിലും ട്യൂട്ടോറിയൽ നോക്കി ചെയ്യുമ്പോൾ ആ ഇമേജിന് കൊടുത്തു കഴിഞ്ഞാൽ സെയിം വാല്യൂ ചിലപ്പോൾ നന്നാവണമെന്നില്ല. അപ്പം അതിനനുസരിച്ച് നോക്കുക, സെറ്റിങ്സ് നോക്കിയിട്ട്
ഏതാ മൈൻഡിന് സെറ്റാവുന്ന രീതിയിൽ കൊടുക്കുക. അടുത്തത് വരുന്നത് സെലക്റ്റീവ് എന്നൊരു ഓപ്ഷനാണ്. പ്രോ വേർഷനിലായിട്ടാണോ ഇനി അത് ആരും യൂസ് ചെയ്യുന്നത് കാണാത്തതെന്ന് അറിയില്ല കേട്ടോ. ഇതാകുമ്പം പിന്നെ സെലക്ട് യൂസ് ചെയ്യുക. സ്കൈൻ്റെ അവിടെ നിന്ന് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഒന്ന് കൂട്ടാമെന്ന് തോന്നി. ഇപ്പോൾ ലൈറ്റ് ഒന്ന് കൂട്ടണമെന്നുണ്ട്. സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സെറ്റിങ്സ് മാറ്റുമ്പോൾ അത് ആ ഭാഗത്തുള്ളത് മാത്രമേ മാറുള്ളൂ. കേട്ടോ, അത് എക്സ്പോഷർ മാറി അതിനനുസരിച്ചൊന്നും നീക്കി ഒന്ന് സെറ്റാക്കി വെച്ചെടുക്കുക. ഒന്ന് അങ്ങനെ റൊട്ടേറ്റ് ആവുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ലൈറ്റ് റൂമിൽ അധികം യൂസ് ചെയ്യാത്ത എന്താണെന്ന് അറിയില്ല. സ്നാപ്സീഡിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതും കാണാറ്. അതിൽ കുഴപ്പമില്ല. എന്നിട്ട് ഹൈലൈറ്റ്സ് ഒന്ന് കൂട്ടുക. എനിക്ക് വൈറ്റിന് പകരം വേറൊരു കളർ കൊടുത്താലോ? വൈറ്റ് ഒരു ആദ്യം ഒന്ന് അവിടെ ഇങ്ങനെ ഏകദേശം ലൈറ്റ് എങ്ങനെ ഒന്ന് സെറ്റാക്കുക, എന്നിട്ട് കളർ മാറ്റാം. അത് ഒരു ഇമേജ് മൊത്തത്തിൽ ഈവൺ ആവാണ്ട് നിൽക്കണം. ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ കുറച്ചൊരു രസം ഉണ്ടാവും കാണാൻ. അപ്പം ടിൻറ്റ് മാറ്റി കളറ് ബ്ലൂ വേണോ? ബ്ലൂ ഉണ്ടോ അത് സാച്ചുറേഷൻ ഇതിൻ്റെ കൂട്ടുമ്പോൾ കണ്ടോ പൊടിഞ്ഞ് ടിൻറ്റ് പൊട്ടി വരുന്നുണ്ട്. പിന്നെ അത് എൻ്റെ സെക്കൻഡ് ട്യൂട്ടോറിയൽ കേട്ടോ, അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളുണ്ടാവും, ക്ഷമിക്കുക. പിന്നെ കുറച്ചൊരു റെഡിഷ് ടൈപ്പ് കൊടുത്താൽ എന്താ, റെഡിഷ് കൊടുത്ത് കുഴപ്പമില്ല, രസമുണ്ട്, ഓക്കെയാണ്. എന്നിട്ട് ലൈറ്റ് കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഹൈലൈറ്റ്സ് അധികം വേണ്ട. അതെന്തോ ഇമേജിനനുസരിച്ച് എങ്ങനെ വേണ്ടത് നോക്കുക. മൊത്തത്തിൽ ഇമേജ് ഒരു ക്ലൗഡി ഡേൻ്റെ അന്നാണ് എടുത്തൊരു മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് എടുത്ത്. കുറച്ച് ബ്ലാക്ക് കൂട്ടി കൊടുക്കുക, അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ഡെപ്ത് ഉണ്ടാവും. പിന്നെ കുറച്ച് ടെക്സ്ചർ ക്ലാരിറ്റി നോക്കി കൂട്ടി കൊടുക്കുക, ഓവർ ഫുള്ളാക്കി വെക്കരുത്. ഏകദേശം അതാ ഇമേജ് സെറ്റായിരിക്കുന്നത്. വിന്നറ്റ് കൂട്ടിയാൽ ഒരു കുറച്ചും കൂടി ഡെപ്ത് ഉണ്ടാവും. അത് വൈറ്റ് ആവും, അത് ഇങ്ങോട്ടാക്കിയാൽ ബ്ലാക്ക്. ടോൺസ് കുഴപ്പമില്ല, മിഡ് ടോൺസ് ടോൺസ് ഒന്നും ചെയ്യണ്ട, പോട്ടെ. പിന്നെ അടുത്തത് ഡീറ്റെയിൽസ് പോവുക. ഷാർപ്പൻ ഒരു 10ൻ്റെ മുകളിൽ കൂട്ടരുത് ഏകദേശം. ഞാനൊരു 8-10 അങ്ങനെ വെക്കൽ. അതിലാണ് അതാകുമ്പോൾ ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് ക്ലിയർ ആവില്ല. എഡ്ജ് ഒരുമാതിരി മൊത്തത്തിൽ ഇമേജ് എന്തോ ഒരു ക്വാളിറ്റി ഒരു ഭയങ്കര ഒരു ഷാർപ്നെസ് ആയിരിക്കും. അപ്പം അതന്നെ സംഭവം, അതന്നെ. ടാറ്റാ ബൈ, വീണ്ടും കാണാം വേറൊരു ട്യൂട്ടോറിയലുമായി.